ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും GS ബ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രഭിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ തീർന്ന് നമ്മൾ വീട്ടിലേക്ക് എത്തി. രാത്രിയാണ് എത്തിയത്, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നാണെങ്കിൽ കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയി. ഇപ്പോൾ രാത്രിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇന്ന് രാത്രി തന്നെ ഇത് അപ്ലൈ ചെയ്യും, ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും പ്രവീൺ മോന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുകയാണ്. നല്ലൊരു മാറ്റമുണ്ട്, അതിൽ സന്തോഷമുണ്ട്. ഇനി നാളെ ഡോക്ടറെ കാണുമ്പോൾ എന്താണ് പറയണതെന്ന് അറിയില്ല. ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയണത്, എൻ്റെ കൂടെ കുറച്ച് പേര് പറഞ്ഞിരിക്കുകയാണ്, നീ നിൻ്റെ പണി നോക്കടി പോയിരുന്ന് എന്ന് പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും നിങ്ങൾ നല്ലതുപോലെ പറഞ്ഞിട്ടുണ്ട്, ദൈവം അത് കേട്ടിട്ടുണ്ട്. കാരണം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് പറയാം. പക്ഷേ എനിക്ക് ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റേതായിട്ടുള്ള അഭിപ്രായം എനിക്ക് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് പറയാനുള്ള അധികാരം നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടിയിരിക്കുന്നു. അതായത് 1-2 പേരുടെ വ്യക്തികളുടെ കയ്യിൽ നിന്ന് കേട്ടോ, എല്ലാവരും ചേർത്ത് ഞാൻ പറയുന്നതല്ല കേട്ടോ. 1-2 പേര് ഈ ഒരു കാര്യം പറഞ്ഞവർക്ക് വേണ്ടി മാത്രമാണ്. പോയിരുന്ന് നീ നിൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്ക്, നീ പോയി നിൻ്റെ പണി നോക്ക്, നിനക്ക് വേറെ ഒരു ജോലിയും ഇല്ലേ, ഇതൊക്കെയുള്ളൂ എന്ന് പറഞ്ഞവരോട് പറയും, എനിക്ക് ഈ ഒരു ജോലിയെ അറിയുള്ളൂ, അപ്പോൾ അത് ഞാൻ ചെയ്യുന്നു. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായമില്ലേ, എനിക്കൊരു വ്യക്തി സ്വാതന്ത്ര്യമില്ലേ, എല്ലാം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ചാനൽ തുടങ്ങിയത് നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ടാണോ, നിങ്ങൾ പറഞ്ഞിട്ടാണോ, അതോ ഞാൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങളുടെ കാര്യം കേട്ടിട്ടാണോ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ട് അല്ലേ, ആ അഭിപ്രായമാണ് ഞാനും പറയുന്നത്. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, അതിൽ വലിയ സന്തോഷമുള്ളൂ. എൻ്റെ വീഡിയോയിൽ ഒരു 10 പേര് കണ്ടാലും എനിക്ക് സന്തോഷമാണ് കേട്ടോ. കാരണം അങ്ങനെയാണ്. എനിക്ക് ഈ ലോകത്ത് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ കുറച്ച് പേര്, ഒരു 10 പേര് കണ്ടാലും എനിക്ക് സന്തോഷമാണ്. കാരണം അവർ എൻ്റെ വീഡിയോ കാണുന്നത് മൂലം എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, മനസ്സിലായില്ലേ, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. അവർ ഒരുപാട് സ്നേഹിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ 24 മണിക്കൂറും പോയിരുന്ന് പ്രാർത്ഥിക്കടി, നീ നിൻ്റെ കാര്യം നോക്കട്ടെ. ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. എടി പൊടി വാടി ഒരു മാനേഴ്സും ഇല്ലാതെ കുറച്ച് പേര്, ഈ ജാൻമണിയായാലും ഈ ട്രാൻസ്വുമണിനെ ആയാലും ഈ എന്നെ പറയുന്നില്ലേ, എൻ്റെ കുഞ്ഞിനെ പറയുന്നില്ല, ഇവരൊക്കെ ഒരേ വർഗത്തിൽപ്പെട്ടവരാണ്. ഇവർക്കൊന്നും വിവരമെന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ അവരുടെ അഭിപ്രായം, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് മാത്രം പറയുന്നവരുണ്ട്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് മാത്രം പറയുന്നവരുണ്ട്. ഇല്ല, ഇത് രണ്ടിലും ഉൾപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ അത് മാത്രം പറയുന്നു. നെഗറ്റീവായിട്ടും പറയുന്നു, പോസിറ്റീവായിട്ട് പറയുന്നു. ഇതല്ലേ ഞാനും ചെയ്യുന്നത്. അവരൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, കാരണം ഞാൻ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എൻ്റെ കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല. ഈ 1-2 പേർക്കുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും അല്ല. എൻ്റെ കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഞാൻ മുന്നോട്ട് പോകാൻ പാടില്ല. അതിന് എത്രമാത്രം അസൂയയും വഞ്ചകവും അവർക്ക് ഇരിക്കുന്നു. ഇതിൽ കൂടി കിട്ടുന്ന ഒരു വരുമാനം വെച്ചാണ് എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ലക്ഷങ്ങളുടെ കടമുണ്ട്, ലക്ഷങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഇനി മുന്നോട്ടുണ്ട്. ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് എൻ്റെ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ മെസ്സേജ് ഇട്ട് എഴുതി നിങ്ങളുടെ അഭിപ്രായം പറയുന്നു അല്ലേ. അത് കുറച്ച് മാന്യമായിട്ട് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കുഞ്ഞിനെ അതിൽ ഉൾപ്പെടുത്താതെ പറയുന്നതാണ് പറയുന്നത്. നിങ്ങളുടെ മെസ്സേജ് വായിക്കുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ശാപം പോലെയാണ് എൻ്റെ കുഞ്ഞ്. ഒരു കുഴപ്പമില്ലാതിരുന്ന എൻ്റെ കുഞ്ഞാണ് പെട്ടെന്ന് വയ്യാതായത്. എന്തൊരു മനുഷ്യരാണോടോ നീയൊക്കെ. 24 മണിക്കൂർ ഒരു പൊടി കുഞ്ഞിനോട് പോലും ശത്രുത കാണിക്കുന്ന വഞ്ചകം പിടിച്ച ജന്മങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു കാറ്റഗറിയിലാണ് ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നത് തന്നെ. 10 പൈസയുടെ സഹായം ചെയ്യാൻ പറ്റില്ല, പക്ഷേ
എന്തോ പറയുമല്ലോ പണ്ടുള്ള ആൾക്കാർ, പട്ടി പുല്ല് തിന്നത്തുമില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നത്. നിങ്ങൾക്കൊക്കെ മെസ്സേജ് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഈ മെസ്സേജ് കൊണ്ട് എനിക്ക് ലക്ഷങ്ങളൊന്നും കിട്ടത്തില്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഈ വീഡിയോ കൊണ്ട് എനിക്ക് ലക്ഷങ്ങളൊന്നും കിട്ടത്തില്ല, അത് വേറെ കാര്യം. ഇരുന്നാലും നിങ്ങളുടെ മെസ്സേജ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും, നിങ്ങൾ മെസ്സേജ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും, ലൈക്ക് അടിച്ചാലും അടിച്ചില്ലെങ്കിലും എനിക്കതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, മനസ്സിലായോ? പിന്നെ വേറെ ആർക്കെങ്കിലും വീഡിയോ ചെയ്യുന്നവർക്ക് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പ്രയോജനമില്ല, അത് ഞാൻ ഇപ്പോഴേ പറയാം. പിന്നെ കാണുന്നവർ മാത്രം എൻ്റെ വീഡിയോസ്, എൻ്റെ കുഞ്ഞിനെ വീഡിയോസും കാണുന്നവർക്ക് ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി. നിർബന്ധിച്ച് ഞാൻ കാണണമെന്ന് പറയുന്നില്ല. എനിക്കിങ്ങനെ കരയാൻ വയ്യ എൻ്റെ പൊന്നു ഗൈസ്. നിങ്ങളൊക്കെ എഴുതുന്ന മെസ്സേജ് കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ മേ ബി എൻ്റെ കുഞ്ഞിന് ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പനി എന്തെങ്കിലും ടെൻഷൻ അടിച്ചിട്ടൊക്കെ വന്നത്. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാതിരുന്നൂടെ? നിങ്ങളുടെ സഹായമേ വേണ്ട, ഉപദ്രവിക്കാതിരിക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് സ്വന്തം കണ്ടന്റ് ആയാലും അതിനിപ്പോൾ അടുത്തവരെ കയ്യിൽ നിന്ന് എടുത്തതായാലും ഞാനല്ലേ ചെയ്യുന്നത്, നിങ്ങളല്ലല്ലോ, മനസ്സിലായില്ലേ? ഈ പറയുന്നവരല്ലല്ലോ, ഞാനല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്ത് അങ്ങനെ പോട്ടെ. പോലെയുള്ള കമൻറ്റുകളിൽ മേലിൽ ഇടാതിരിക്കുക. നിങ്ങളെ കൊണ്ട് എനിക്ക് വേറെ ഒരു പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്ന വേറെ ഒന്നുമല്ല, ചില സമയങ്ങളിൽ എൻ്റെ കുഞ്ഞിനെ വല്ലാതെ ഭ്രാന്ത് പിടിക്കും പോലെ ആവുകയാണ്. നിങ്ങൾ കാരണം, ഈ മെസ്സേജ് ഇടുന്നവർ കാരണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അങ്ങ് കളഞ്ഞിട്ട് പോകും. നിങ്ങൾ വീഡിയോ കാണണ്ട. നിങ്ങൾ കാണണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ വീഡിയോ ആണെന്ന് കാണുമ്പോൾ അതങ്ങ് സ്കിപ്പ് ചെയ്ത് പോവും. നിങ്ങൾ കാണേ വേണ്ട. എനിക്കൊരു 10 പേരെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ചാനലിൽ നിന്ന് വിശ്വാസമുള്ള ഒരു 10 പേര് കണ്ടാൽ മാത്രം മതി എൻ്റെ വീഡിയോസ്. എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ്. എന്നെപ്പോലെയുള്ള ചെറിയ ചെറിയ ചാനലിൽ കുറച്ച് പേര്, എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് യൂട്യൂബിൽ, അവർക്കൊക്കെ കിട്ടുന്നത് പോലെ ഒരു ചെറിയ രീതിയിൽ അവർ സത്യം പറഞ്ഞ് 25 വ്യൂസൊക്കെ കിട്ടുമ്പോൾ അവർ എന്തു സന്തോഷമാണെന്നറിയാം. അല്ലെങ്കിൽ ഒരു 50 വ്യൂസ് കിട്ടുമ്പോൾ എത്ര അതേപോലെ തന്നെയാണ് എനിക്കും. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്, മനസ്സിലായോ? എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്, മനസ്സിലായോ? അവർക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട് എന്ത്, എൻ്റെ വിഷമം എന്ത്, എൻ്റെ വേദന എന്ത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.